മറന്നുവോ നിനക്കെന്നെ മറക്കുവാൻ കഴിയുമോ? മറക്കില്ല നീ എന്നെ എന്നൊരായിരം വട്ടം എൻ കാതിൽ ആർദ്രമായി മൊഴിഞ്ഞതും നീ മറന്നുവോ നിനക്കെന്നെ മറക്കുവാൻ കഴിയുമോ? ഓർമ്മകൾ പൂക്കുവെയിലേറ്റു മെല്ലെ തെളിയവേ ഓർമ്മതൻ തീരത്തു കൂടി ഞാൻ മന്ദം നടക്കവേ ഓർമ്മയിലൊരായിരം അഗ്നിക്കിനാവുകൾ നൽകി നീ എന്നെ തനിച്ചാക്കി സുമംഗലിയായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞതെല്ലാം നീ മറന്നുവോ നിനക്കെന്നെ മറക്കുവാൻ കഴിയുമോ? ചേട്ടാ എന്നാ പണിയാ കാണിച്ച? നമ്മുടെ ചാനലിലൊരു ഇൻട്രോ ഒക്കെ ഉണ്ട്. പക്ഷെ ആ നമ്മളെപ്പോഴും പറയുന്ന ആ ഇൻട്രോനയിലൊക്കെ എത്ര മനോഹരമായിരുന്നു അല്ലേ ആ കവിത. അപ്പോൾ ജസ്റ്റ് ഒരു ഒഫീഷ്യലി ഞാൻ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാനാണ്. അണ്ടർത്തെ അമ്പറുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മേരി സോണിയ. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു കലാകാരൻ അല്ലെങ്കിൽ സർവകലാ വല്ലഭൻ. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്ന. എന്താ പറയുക, എന്തുകൊണ്ടോ കഴിവ് ഇല്ലാത്തത് കൊണ്ടല്ല, എന്തോ ഭാഗ്യക്കുറവോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടോ എങ്ങനെയൊക്കെയോ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാരിൽ ഒരാളാണ് ഇന്ന് നമ്മളെ കൂടിയുള്ള എറണാകുളം നോർത്ത് പറവൂർ മന്നം സ്വദേശി ശശാങ്കൻ ചേട്ടൻ. ഇന്ന് നമ്മൾ കാണുന്നത് ശശാങ്കൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ്. എന്തുണ്ട് ശശാങ്കൻ ചേട്ടാ? നല്ല വിശേഷങ്ങൾ. 10ാം വയസ്സിൽ ആദ്യമായി നാടകം എഴുതിയാണ് അദ്ദേഹം ഒരു കലാകാരനാണെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയത് അല്ലേ? അതെ അതെ. പിന്നെ എന്തൊക്കെയായിരുന്നു? ഓണപ്പാട്ടുകളാണ് അദ്ദേഹത്തിനെ ഫേമസ് ആക്കിയത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തന്നെ ഒരു മുൻനിര പത്രമാധ്യമത്തിൽ ഇദ്ദേഹത്തിൻ്റെ ന്യൂസ് വരെ വന്നിരുന്നു. അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ്, എന്നാലും വേണ്ടുന്നത്ര അംഗീകാരം ലഭിച്ചില്ല എന്നത് ഒരു മറക്കാൻ പറ്റാത്തൊരു സത്യമാണ്. പക്ഷെ അതിനൊന്നും ഒരു വിഷമോ കാര്യങ്ങളോ ഒരിക്കലും, ഞാനിപ്പോൾ ശശാങ്കൻ ചേട്ടനെ 2 പ്രാവശ്യം കണ്ടു, സംസാരിച്ചു, ഒരിക്കലും ഇല്ല. അദ്ദേഹം എങ്ങനെയാണോ ജീവിതം അതങ്ങനെ തന്നെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതൽ ഇനി ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ശശാങ്കൻ ചേട്ടൻ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറയട്ടെ. പറയൂ ചേട്ടൻ. എനിക്ക് ഏതാണ്ട് ഞാൻ ആദ്യമായിട്ടൊരു 10ാമത്തെ വയസ്സിലാണ് ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു നാടകം എഴുതുന്നത്, സ്കൂളിൽ കളിക്കാനായിട്ട്, സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക്. പിന്നെ അതിനുശേഷം ഒരു 18 വയസ്സ് മുതൽ ഞാൻ ഓണപ്പാട്ടുകൾ എഴുതി തുടങ്ങി. ഓണപ്പാട്ടുകൾ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടന്മാർ, നമ്മളുടെയൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ എല്ലാ വർഷവും ഓണം അത്തം മുതൽ 10 ദിവസം വരെ ഓണക്കളികളുണ്ടാവാറുണ്ട്. അപ്പോൾ അന്നൊക്കെ ഓണപ്പാട്ടുകളും ഓണക്കളികളൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെയേറെ ഒരു ആനന്ദം. അതായത് ഓണം എന്ന് പറയുമ്പോൾ ഓണപ്പാട്ടുകളാണ്, ഓണക്കളിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പം അന്ന് ഈ ഓണക്കളി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്തം തുടങ്ങി 10 ദിവസം വരെ ഓണം കഴിഞ്ഞാലും ഓണക്കളികളുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടും വളരെ ഉത്സാഹത്തോടുകൂടിയൊക്കെ ഈ കളികളൊക്കെ കണ്ട് ശ്രമിച്ചൊക്കെ ഞങ്ങളിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രചോദനം, അതായത് ഇതേപോലെ ഒരു ഓണപ്പാട്ട് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു 18ാമത്തെ വയസ്സോടെയാണ് ഓണപ്പാട്ടുകൾ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 100ൽ പരം പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓണപ്പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓണപ്പാട്ടുകളുടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആചാര്യന്മാർ, അതായത് ഓണപ്പാട്ട് എഴുത ആചാര്യന്മാർ നമ്മുടെ വൈപ്പങ്കരയിലുള്ള രാഘവൻ, കണ്ണമ്മ, ഭാസ്കരൻ മാസ്റ്റർ. അപ്പോൾ ഇവരൊക്കെയാണ് ഓണപ്പാട്ട് എഴുതുന്ന ആളുകൾ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ വളരെ ഈ മേഖലയിലൊക്കെ വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ ആളുകളൊക്കെയാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് അവരുടെ ഒരു പാട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വളരെയേറെ പൈസ കൊടുക്കണം. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ചുറ്റുപാടില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു പാട്ട് എഴുതിയാൽ എന്താകും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ആദ്യം ഞാനായിട്ടൊരു പാട്ട് എഴുതുന്നത് ഇങ്ങനെ ചിങ്ങനിലാവിൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ എഴുതി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം കലാഭവൻ മണി ഈ മിന്നാമിനിങ്ങിനെ കുറിച്ചൊരു പാട്ട്. പക്ഷെ ഞാൻ അതിനു മുൻപ്, അതായത് ഒരു 80കൾക്ക് മുൻപ് ഞാൻ എഴുതി ചിങ്ങനിലാവിൽ കണ്ണു ചുമ്മും മിന്നാമിനുങ്ങി
കണ്ടുവോ നീ എന്നിണക്കിളിയേ, കണ്ടുവോ നീ എന്നിണക്കിളിയേ. കൂടുവിട്ടു കൂടു തേടി കൂടണയും നേരമായി, കണ്ടതില്ല ഇതുവരെ നീ കണ്ടുവോ പറയൂ മിന്നമിനുങ്ങേ. ചിങ്ങനിലാവിൽ കണ്ണു ചുമ്മും മിന്നമിനുങ്ങേ, കണ്ടുവോ നീ എന്നിണക്കിളിയേ. ഇങ്ങനൊരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓണക്കളി പാട്ട് എഴുതുന്നത്. അപ്പം അങ്ങനെ പാട്ട് പാടി ഞങ്ങൾ കളിച്ചപ്പോൾ ആൾക്കാർക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മളുടെ ഇൻട്രോയിൽ ഇദ്ദേഹം പാടിയ പാട്ട് അതൊരു നഷ്ടപ്രണയത്തിന്റെ ആയിരുന്നു അല്ലേ, ഒരു വിരഹം. അദ്ദേഹം ഈ പാടിയ ആ കവിത, അദ്ദേഹം ആലപിച്ച ഈ കവിത ശരിക്കും പറഞ്ഞാൽ 20 വർഷങ്ങൾ അദ്ദേഹം എഴുതി, ഒരു പേപ്പറിലോട്ടൊന്നും പകർത്താതെ എഴുതി 20 വർഷങ്ങൾക്ക് ശേഷമാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. ശരിക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം തന്നെയാണ് അവിടെ കാണിച്ചത്. എന്താ പറയാ, നമുക്ക് കവിത എന്ന് പറയുമ്പോൾ അനുഭവങ്ങളാണ് കൂടുതൽ. പിന്നെ സ്വന്തം അനുഭവങ്ങൾ, പിന്നെ നമ്മൾക്ക് കൺമുൻപിലുണ്ടാവുന്ന അനുഭവങ്ങളും അതും നമ്മൾ അറിവായിട്ടാണ് എഴുതുന്നത്. എഴുതാരൊക്കെ അങ്ങനെ ഇറങ്ങി നമ്മളൊരു ഇപ്പോൾ സ്വന്തം അനുഭവം തന്നെ അല്ലെങ്കിലും നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് കഥകൾ എഴുതാം, കവിതകൾ എഴുതാം, മറ്റുള്ള രചനകൾക്കെല്ലാം നമുക്കൊരു പ്രചോദനം കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വന്തം അനുഭവമായാലും മറ്റുള്ളവരുടെ അനുഭവമായാലും അത് നമ്മൾ കവിതകളും കഥകളായിട്ട് രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ആരുടെ ആയാലും അങ്ങനെയാണ്. ഈ ഓണപ്പാട്ടുകളാണ് കുറച്ച് പ്രശസ്തിയിലേക്ക് എത്തിച്ചേക്കുന്നത് അല്ലെ, കുറച്ചു പേരെങ്കിലും അറിഞ്ഞു തുടങ്ങിയത് അല്ലെ. അതൊരു വരുമാന മാർഗമായി മാറ്റാൻ പറ്റിയിട്ടുണ്ട്? ഇല്ലല്ലോ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു ഞാൻ ഇറങ്ങി എനിക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾ, ഇപ്പോൾ ചേട്ടൻ, ഞങ്ങൾ ജ്യേഷ്ഠന്മാരൊക്കെ ഒരു ചെറിയൊരു ട്രൂപ്പായിട്ട് കൊണ്ട് നടക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ അതങ്ങനെ ഒരു വരുമാന മാർഗമായിട്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ശരിക്ക് ഇങ്ങനത്തെ ചില കലാകാരന്മാർ അവരറിയപ്പെടാതിരിക്കുന്നതിന് ഒരു ചെറിയൊരു കാര്യം അരിപ്രശ്നമാണ് അല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തികം നമുക്കൊരു വിഷയം തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ ഈ ചില ആളുകൾ പറയില്ല കലക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ, പക്ഷെ അതിൽ തന്നെ ഒരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട്. ഒഴിഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കലക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ പിന്നിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ആ മേഖലയിലേക്ക് തിരിയുമ്പോൾ ഈ ജീവിതം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നമ്മൾ സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾക്ക് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അത് ചിലർ ഭംഗിവാക്കായിട്ട് പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർക്കത് യാഥാർത്ഥ്യമായിട്ടും വരും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ കലക്ക് വേണ്ടി ഒരു ജീവിതം മാറ്റി വെക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സ്രോതസ് ഉണ്ടായിരിക്കണം. എനിക്ക് 53 വയസ്സ് കഴിഞ്ഞു. ഞാൻ 18 വയസ്സ് മുതൽ കഥകളും കവിതകളും നാടകങ്ങളും എഴുതുന്നു. ഇന്നേ വരെ നമ്മൾ ഒരു മീഡിയയിൽ കൂടി അറിയിക്കാനോ അല്ലെങ്കിൽ അറിയപ്പെടാനോ ഒരു സാഹചര്യം ഇത്ര നാളായിട്ട് എനിക്കുണ്ടായില്ല. അപ്പം അതിൻ്റെ കാരണം നമ്മൾ ഒരു മുഴുവൻ സമയം ഒരു കലാപ്രവർത്തകൻ അല്ലായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യമായി ഓണപ്പാട്ടുകൾ എഴുതിയാണ് തുടങ്ങിയതെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകം എഴുതിയിട്ടുണ്ട് ശശാങ്കൻ ചേട്ടൻ. ഓണക്കളികളും ഓണപ്പാട്ടുകളും നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായിരുന്നൊരു കാലം. പുരാണ കഥകളാണ് ഓണക്കളിപ്പാട്ടുകളുടെ ഇതിവൃത്തമായി വരുന്നത്. ഓണക്കളിപ്പാട്ടുകളുടെ ആചാര്യന്മാരായ രാഘവൻ, കണ്ണമ്മ, ഭാസ്കരൻ മാഷ് തുടങ്ങിയവർ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ച് തകർത്താടിയ കാലഘട്ടം. ഓണപ്പാട്ടുകൾക്ക് 200-ലും അധികം പണം വരുന്ന കാലം. 70 രൂപയോളമാണ് ഒരു ദിവസത്തെ കൂലി. അങ്ങനെ ഈ പാട്ടുകൾ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി. ആ സമയത്താണ് 18ാം വയസ്സുകാരൻ ശശാങ്കൻ ഒന്ന് ചിന്തിക്കുന്നത്, സ്വയം ഒരു ഓണപ്പാട്ട് എഴുതിയാലോ. വൻ പിന്തുണയും ലഭിച്ചു. അങ്ങനെ ശശാങ്കൻ ചേട്ടൻ ഓണപ്പാട്ടുകൾ എഴുതാൻ തുടങ്ങി. സമകാലിക പ്രശ്നങ്ങളെ ആസ്പദമാക്കി 13ഓളം നാടകങ്ങളും കഥാപ്രസംഗങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി. എന്നാലും കവിതയും കഥയും നാടൻ പാട്ടുകളും എന്നും കൂട്ടുകാരായി കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി കവിതകളും കഥകളും വായിക്കുന്ന ശശാങ്കൻ ചേട്ടൻ ഒരിക്കലും മറ്റാരും തനിക്ക് പ്രചോദനമായിട്ടില്ല. അവരുടെ രചനകളും താൻ മനഃപ്പാടമാക്കിയിട്ടില്ല. 60-ഉം അതിലധികം വരെയുള്ള കവിതകൾ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ഒന്ന് ചൊല്ലുമോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, ചേട്ടൻ കവിത ചൊല്ലിയിരിക്കും. എഴുതിയ കവിത 20 വർഷങ്ങൾക്ക് ശേഷം അവതരിപ്പിച്ചിട്ടുണ്ട്.
ഈ 20 വർഷം മാറോട് ചേർത്തായിരുന്നു ആ കവിതയുടെ വരികൾ ശശാങ്കൻ ചേട്ടൻ സൂക്ഷിച്ചത്. ജോലി സമയങ്ങളാണ് വരികൾക്ക് വേണ്ടിയുള്ള പദങ്ങൾ കണ്ടുപിടിക്കുന്നത്. മരം വെട്ടലും ചുമട്ടുതൊഴിലാളിയും എന്നിങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. ഭാരം കൂടിയതും ഭാരം കുറഞ്ഞതുമായ ജോലികളാകട്ടെ, ജോലിക്കിടയിലും ശശാങ്കൻ ചേട്ടൻ്റെ മനസ്സിൽ കവിതകളും വരികളും പദങ്ങളും മാത്രമാണ്. കാരണവന്മാരുടെ വെച്ചുപൂജ സങ്കല്പമായ പതിയുടെ അർത്ഥത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായുള്ള പതിപ്പാട്ടിൻ്റെ രചനയിലാണ് ശശാങ്കൻ ചേട്ടൻ. കഥകൾ നിരവധിയാണ് എഴുതി വച്ചിരിക്കുന്നത്. പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുകയാണിവയെല്ലാം. കഴിവെത്രയുണ്ടെങ്കിലും ജീവിത സാഹചര്യം മൂലവും കഴിവ് തിരിച്ചറിഞ്ഞ് കൂടെ ചേരുവാൻ ആളില്ലാഞ്ഞതുകൊണ്ടും വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. ഇതുവരെ കലാപരമായി സമ്പാദ്യങ്ങളൊന്നും ശശാങ്കൻ ചേട്ടനില്ല. എന്നാലും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ എഴുതുക തന്നെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇവരെ പോലുള്ള പല കലാകാരന്മാർ, ശശാങ്കൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. അപ്പം അവരിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തേണ്ടത് വേണ്ടപ്പെട്ടവർക്ക് അല്ലേ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു അപ്രോച്ച് നടത്തിയിട്ടുണ്ടോ? ഇപ്പം ഈ റീസെൻ്റ്ലി ഒരു ഇതിൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കാനോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ശ്രമങ്ങൾ നടന്നു. ഇപ്പം എന്നോട് ഇപ്പം ആദ്യമായിട്ട് എൻ്റെ ഈ കവിതയുടെ ഓഡിയോ പ്രകാശനം നടത്തിയത് കൊടുവഴങ്ങ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കലാകാരനാണ്, സാഹിത്യകാരനാണ്. അയാൾ നാടകൃത്താണ്, എഴുത്തുകാരനാണ്, കവിയും കൂടിയാണ്. അദ്ദേഹം ഈ കവിത പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ ഓഡിയോ പ്രകാശനം പറഞ്ഞു, നീ 10 കവിതകൾ എഴുത്തരാണ് ഞാനൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു തരാം. അപ്പം ഞാനത് പൈസ ഒന്നും മുടക്കണ്ട, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാനത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു തരാം. നമ്മൾ 10 കവിത എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുമ്പോൾ ഏതൊരു സൃഷ്ടിക്കും ഒരു ഏകാന്തത അത്യാവശ്യം. സൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അനിവാര്യമായ പ്രശ്നം ഏകാന്തതയും. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ വളരെയേറെ വിരളമായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മൾക്കത് ഈ പറഞ്ഞ 10 എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കവിതകൾക്കൊക്കെ 50ഉം 60ഉം വരികളാണ്. ഇതൊന്നും ഒരിക്കലും ഒരു കടലാസിലേക്ക് പകർത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം മറന്നു ഇതൊക്കെ പകർത്താൻ. പക്ഷെ അതൊക്കെ മനസ്സിൽ എന്നും വളരെ റിഫ്രഷോടെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇതെങ്ങനെ പറ്റുന്നു? പദ്ധതിയിൽ നമ്മൾ വിളിച്ചെഴുന്നിപ്പിച്ചിട്ട് അതിൽ 2 കവിത ചൊല്ലണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്നേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തത്. കാരണം അതിൽ ഈ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെയാണ് ഒരു രചന, ഒരു സൃഷ്ടി വരുന്നത്. അപ്പം നമ്മൾക്ക് ആ അനുഭവം അത്രമേൽ നമ്മളെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെ ചിന്തകളെ ഗ്രസിക്കുന്നതാണെങ്കിൽ അപ്പം അതൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്രയാ നമ്മൾ പ്രായാധിക്യമായാലും ആ വരികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു പ്രൊഫഷണലി ഒരു പരിശീലനവും എടുത്തിട്ടില്ല അല്ലേ? ഇല്ലില്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു റൈറ്റിങ്ങിനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഒന്നും ഒരു പരിശീലനം, ഒരു പ്രൊഫഷണൽ ഒരു കാര്യം എടുത്തിട്ടില്ല? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ വീട്ടിലാരെങ്കിലും പാടുകയോ അങ്ങനെ എന്തെങ്കിലും കഴിവുള്ളവരുണ്ടായിരുന്നു? വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചേട്ടന്മാരൊക്കെ ഒരുവിധം പാരമ്പര്യമുള്ള, അതായത് എല്ലാവരും നാടകൃത്തുക്കളുണ്ട്, നാടകം അഭിനയിക്കുന്നവരുണ്ട്, പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പം ഏകദേശം ഒരു സന്ധ്യയായല്ലേ ചേട്ടാ? സന്ധ്യയായിട്ടുണ്ട്. കുറച്ച് നല്ല സന്ധ്യയായി, നല്ല ക്ലൈമറ്റും നല്ല കാലാവസ്ഥയൊക്കെയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സന്ധ്യനെ കുറിച്ച്, അത് സന്ധ്യയല്ല ശരിക്കും കാലത്തിന് ആസ്പദമാക്കിയ ഒരു നല്ലൊരു കവിതയുണ്ട് കേട്ടോ. കേട്ടാൽ ആരാണെങ്കിലും ഒന്ന് ആസ്വദിച്ചു പോകും. അപ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായ ഒരു കവിതയും കൂടി കേട്ടിട്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ ഇറ്റ് ഇസ് മീ മേരി സോണിയ സൈനിങ് ഓഫ്. ബൈ. സന്ധ്യ എല്ലാം അറിയുന്നവൾ, എല്ലാം അറിയുന്നവൾ നീ സന്ധ്യേ, പറയുക നീ, എനിക്കു മുൻപേ നിന്നെ പ്രണയിച്ചതാരെന്നെനിക്കറിയില്ല സന്ധ്യേ, അറിയാം എനിക്കൊന്നു മാത്രം, ഞാനിപ്പോഴും നിന്നെ പ്രണയിക്കുന്നു സന്ധ്യേ, സന്ധ്യേ, പറയുക
പറയുക നീ. ആദ്യമായി കണ്ട മാത്രയിൽ നീ എത്ര ധന്യയും കാമിനിയുമാണെന്നതോർത്തു ഞാൻ. എന്തു ചോദിക്കിലും നിന്റെ ഈ മൗനം നിന്നിലേക്കെന്നെ വല്ലാതെ വല്ലാതെ ചേർക്കുന്നു സന്ധ്യേ. എന്തു ചോദിക്കിലും നിന്റെ ഈ മൗനം നിന്നിലേക്കെന്നെ വല്ലാതെ വല്ലാതെ ചേർക്കുന്നു സന്ധ്യേ. സന്ധ്യേ പറയുക പറയുക നീ. പുലരിയുടെ നെടുവീർപ്പുകൾക്കിടയിലും നിന്നെ കാണുവാൻ, നിന്നെ അറിയുവാൻ, നിന്നിലലിയുവാൻ, നിന്നെ മാറോടു ചേർക്കുവാൻ കാത്തിരിക്കുന്നു ഞാൻ പ്രിയ സന്ധ്യേ. സന്ധ്യേ പറയുക പറയുക നീ. ഒരു വിളിപ്പാടകലെ നീ എത്തുമ്പൊഴിക്കും ഒരു നവ്യഗന്ധം പരക്കുന്നതെങ്ങും. എണ്ണിയാലൊടുങ്ങാത്ത കൗമാര സ്വപ്നങ്ങൾ പൂത്തുവിരിഞ്ഞതും നിന്റെ കൺമുന്നിലല്ലേ സന്ധ്യേ. സന്ധ്യേ പറയുക പറയുക നീ. ഉറവകൾ വറ്റിയോരെൻ്റെ മൃദുചിന്തയിൽ ഒരു കുളിർ തെന്നലായി നീ പെയ്തിറങ്ങി. നിന്റെ ആലോല സ്പർശനം പോലും മതിയാകുമെന്നിലെ ഭാവനകൾ മെല്ലെ മെല്ലെയുണർത്തുവാൻ. സന്ധ്യേ പറയുക പറയുക നീ. ഇവിടെ ഇന്നലെ ഈ മണ്ണിൻ്റെ ദുഃഖപുത്രിയാമൊരു പെൺകൊടിയുടെ മാനവും ജീവനും കവർന്നെടുത്തതും നീ നോക്കി നിന്നതല്ലേ. പ്രതികരിച്ചില്ല നീ ഒന്നും ഉരിയാടിയില്ലെങ്കിലും സന്ധ്യേ അറിയുന്നു ഞാൻ നിന്റെ നൊമ്പരം. എഴുതാപ്പുറങ്ങളിൽ ആരോ എന്നോ എങ്ങോ കുറിച്ചിട്ട ശിലാലിഖിതങ്ങൾ പോലെ. എഴുതാപ്പുറങ്ങളിലാരോ എന്നോ എങ്ങോ കുറിച്ചിട്ട ശിലാലിഖിതങ്ങൾ പോലെ. ഉച്ചനീചത്വങ്ങൾ അത്രമേൽ ദളിതരെ പിന്തുടർന്നെങ്ങും ഇരകളായി കാണുന്നതിന്നും. ഉച്ചനീചത്വങ്ങൾ അത്രമേൽ ദളിതരെ, ഉച്ചനീചത്വങ്ങൾ അത്രമേൽ ദളിതരെ പിന്തുടർന്നെങ്ങും ഇരകളായി കാണുന്നതിന്നും. സന്ധ്യേ പറയുക പറയുക നീ. കുളി കഴിഞ്ഞീറൻ മുടിത്തുമ്പ് കോതിയൊതുക്കിയൻ പ്രേയസി. തുറന്നിട്ട വാതായനത്തിനു മുൻപിൽ കുളി കഴിഞ്ഞീറൻ മുടിത്തുമ്പ് കോതിയൊതുക്കിയൻ പ്രേയസി. തുറന്നിട്ട വാതായനത്തിനു മുൻപിൽ ദീപം കൊളുത്തുവാൻ
നാമം ജപിക്കുവാൻ നേരമായിത്രമേൽ വൈകുന്നതെന്തേ സന്ധ്യേ സന്ധ്യേ പറയുക പറയുക നീ എനിക്കു മുൻപേ നിന്നെ പ്രണയിച്ചതാരെന്നെനിക്കറിയില്ല സന്ധ്യേ അറിയാം എനിക്കൊന്നു മാത്രം ഞാനിപ്പോഴും നിന്നെ പ്രണയിക്കുന്നു സന്ധ്യേ ഞാനിപ്പോഴും നിന്നെ പ്രണയിക്കുന്നു സന്ധ്യേ പ്രണയിക്കുന്നു സന്ധ്യേ പ്രണയിക്കുന്നു സന്ധ്യേ